ഹായ് എല്ലാവർക്കും പോളിടെക്നിക് കലേഴ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ പോളിടെക്നിക് കോളേജുകളിൽ കേരളത്തിലുള്ള പോളിടെക്നിക് കോളേജുകളിലുള്ള വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി തരിക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിൽ ഗേൾസിന് എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ, ബോയ്സിന് എടുക്കാൻ പറ്റുന്ന കോഴ്സുകൾ, അങ്ങനെയുള്ള സംശയങ്ങൾ, കാര്യങ്ങൾ ഏതെടുക്കാമെന്നൊക്കെയുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ പരമാവധി ഒരു സംശയം മാറ്റിത്തരാൻ പറ്റുന്ന ഈ ഒരു വീഡിയോയിലൂടെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം 42ഓളം കോഴ്സുകൾ നമ്മുടെ കേരളത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പല പോളിടെക്നിക് കോളേജുകളിലായിട്ട് ഉണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പല കോഴ്സുകളും ചില ജില്ലകളിലുള്ള ചില പോളിടെക്നിക് കോളേജുകളിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ മുഴുവനായിട്ടൊരു വൈഡ് റേഞ്ച് ഓഫ് കോഴ്സുകൾ നമ്മുടെ എല്ലാ പോളിടെക്നിക് കോളേജുകളിലും അവൈലബിൾ അല്ല. ഒരു 3, 4, 5 കോഴ്സുകൾ മാത്രമാണ് ഒരുവിധപ്പെട്ട എല്ലാ പോളിടെക്നിക് കോളേജുകളിലും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള ചില കോഴ്സുകൾ എടുക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ആ ജില്ലയിൽ തന്നെ നിങ്ങൾ പോയി എടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവിടെ പോയി ഇന്ന് ഹോസ്റ്റൽ സൗകര്യങ്ങളും കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ കോഴ്സുകളാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, പോളിടെക്നിക്കിൽ ഇത്രത്തോളം കോഴ്സുകളൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ പോളിടെക്നിക് കോളേജുകളിലുള്ള കോഴ്സുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഇതൊക്കെ ഇതിലുള്ളതാണ്, കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിലുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് IT ഫീൽഡ് പോകാൻ പറ്റുന്ന കോഴ്സുകളും, അതേപോലെ തന്നെ നമ്മളൊരു മാനുഫാക്ചറിങ് ഫീൽഡ്, ഇപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ്, അങ്ങനെയുള്ള പല വിവിധങ്ങളായിട്ടുള്ള. അപ്പോൾ ഈ പോളിടെക്നിക്കിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന വണ്ടികൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണ്, അത് ഓടിക്കുന്നത് എങ്ങനെയാണ്, അത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെയാണ്. വണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന ആ ഒരു വണ്ടി ആകുമ്പോൾ എല്ലാം അതിൽ ഉൾപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു വണ്ടി വെക്കുന്ന ഷോറൂം ആണെങ്കിൽ ആ ഷോറൂം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ അല്ലാണ്ട് വണ്ടി ഷോറൂമും മറ്റേ വണ്ടിയുടെ പാർട്സും മാത്രം ഉണ്ടാക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്ത് പോലെ. അപ്പോൾ അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല കാര്യങ്ങളും ഒരു പോളിടെക്നിക് സ്റ്റുഡൻറ്റ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവന് ചെയ്യാൻ പറ്റും, അവനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആർക്കിടെക്ചർ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാം കൂടെ ആദ്യം പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സംശയം വരും. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് IT ഫീൽഡ് പോകാൻ പറ്റുന്ന കോഴ്സുകൾ, ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമുക്ക് IT ഫീൽഡ് കാര്യങ്ങൾ പോകാൻ പറ്റും. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് IT ഫീൽഡ് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് നമുക്ക് IT ഫീൽഡ് പോകാൻ പറ്റും. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ നമുക്ക് IT ഫീൽഡ് പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ 3 വർഷത്തെ ഇത് പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ഓൺ കോഴ്സുകൾ എടുക്കണോ, നിങ്ങൾക്ക് എടുക്കാം. അത് വെച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മിസ്സായി പോയ കുറച്ച് കോഴ്സുകൾ, ആർക്കിടെക്ചർ, നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെയും കാര്യങ്ങളിലൊക്കെ ഡിസൈനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്ലാന് തയ്യാറാക്കുന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ ആ വിധത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, നമ്മൾ വണ്ടി സംബന്ധമായിട്ടുള്ള വണ്ടികളുടെ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന, വണ്ടികളുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അതിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടുള്ള സൈഡുകൾ, അത് ശരിയാക്കുന്ന, അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്ന ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടും. പിന്നെ വരുന്നതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ BTECിലൊക്കെ ഇതിൻ്റെ കോഴ്സുകളൊക്കെ നല്ല, എന്താ പറയുക, ഈ കോഴ്സുകളിലൊക്കെ നല്ല വാല്യൂ ആണ്. BTEC പോയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ പോളിടെക്നിക്കിൽ നമുക്ക് ഈ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റും. അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ട് നിങ്ങൾ ആ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു, എന്താ പറയുക, ഈ മെഡിസിൻ്റെ ആ ഒരു ഏരിയയിലുള്ള പുതിയ ഡിവൈസുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം, അവിടെ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അങ്ങനെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു ഹെൽത്തിനെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കവിടെ എന്തൊക്കെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ആ ഒരു രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു ഫീൽഡാണ് ഈ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, പ്യൂർലി നമ്മൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനൊക്കെ എടുത്ത ആളുകളുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു IT ഫീൽഡ് റിലേറ്റഡ് നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ബിസിനസ് മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാമാണ് അത് പറയുന്നത്. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ബിഗ് ഡാറ്റ. അതുപോലെ തന്നെ അടുത്ത് സിവിൽ എഞ്ചിനീയറിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡ്, അവിടെ തന്നെ പ്ലാന് കാര്യങ്ങൾ തയ്യാറാക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രധാനമായിട്ട് ഗേൾസ് എടുക്കുന്നത് കണ്ടിട്ട് ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് അധികം ബോയ്സ് എടുക്കുന്നില്ല കേട്ടോ. ബോയ്സ് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. നമ്മൾ ആ രീതിയിലുള്ള ഓട്ടോകാഡും കാര്യങ്ങളൊക്കെ പഠിച്ച് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ നമുക്ക് പോകാൻ പറ്റും. പിന്നെ സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിലെന്താണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജോബ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ എവിഡൻസസ്, നമ്മളെ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റംസിലും നെറ്റ്വർക്സിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസിലും
അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയുള്ള ഡിജിറ്റൽ എവിഡൻസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും കേസോ കാര്യങ്ങളോ സംഭവമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കില്ലേ, നമ്മൾ സിനിമയിലൊക്കെ ഒരുപാട് കണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കണ്ടുപിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള ഒരു അന്വേഷണങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോഴ്സ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളാണെങ്കിലും കമ്പ്യൂട്ടറുകളാണെങ്കിലും അതിൻ്റെ നെറ്റ്വർക്ക് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസുകൾ, ഇതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, ഇതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് അറിവുകൾ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഡിജിറ്റൽ ഇൻഫർമേഷൻ എന്ന് ലഭിക്കും എന്നുള്ളതൊക്കെ ഒരു നിയമപരമായിട്ട് നമ്മളൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സൈബർ ക്രൈംസുകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആരുടെങ്കിലൊക്കെ ഒരു സെക്യൂരിറ്റീനെ ഒരു നമ്മൾ ഡിജിറ്റൽ സെക്യൂരിറ്റീനെയൊക്കെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന അതിനെക്കുറിച്ചുള്ളൊരു പഠനം, ആ രീതിയിലുള്ളൊരു പഠനമാണ് എന്ത് പറയുന്നത്, സൈബർ ഫോറൻസിക് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുമ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ്, നല്ല കിഡിലൻ സ്കോപ്പാണ്, പുറത്തൊക്കെ പോകണമെങ്കിൽ നല്ല സ്കോപ്പുള്ളതാണ് ഈ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. ആ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ഓഫ് മാനുഫാക്ചറിങ് ഓഫ് പ്രൊഡക്ട്സ് ത്രൂ കെമിക്കൽ പ്രോസസ്സസ്. കെമിക്കൽ പ്രോസസ്സുകൾ വഴി പ്രൊഡക്റ്റുകളുടെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ഈ ഒരു കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാനിങ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ആരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ബോക്സിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്താ ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് പറയുന്നത് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഡിവൈസസുകൾ ഫിസിക്കലായിട്ടുള്ള കോമ്പണൻസിൻ്റെ ഒക്കെ അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റംസിൻ്റെ ഒക്കെ എന്താ പറയുക അതിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ്, അതുപോലെ തന്നെ അതിൻ്റെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പറയുന്നത്, അപ്പോൾ അതാണ് കമ്പ്യൂട്ടർ ഒരു ഹാർഡ്വെയർ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ട് വരുന്നൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് പറയുന്നത്. അതെന്താണെന്ന് പല ആളുകൾക്ക് സംശയം ഉണ്ടായിരിക്കും. കൊമേഴ്ഷ്യൽ പ്രാക്ടീസസ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, 3 ഇയർ ഡിപ്ലോമ പ്രോഗ്രാമാണത്. അതുപോലെ തന്നെ അതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് വേരിയസ് കൊമേഴ്ഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റോളുകൾക്കുള്ള നമ്മളെ സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നമ്മളെ വർദ്ധിപ്പിക്കുന്ന ഒരു ഇതാണ് വരുന്നത്. അതിൽ ആ ഒരു ഇതിൽ മെയിനായിട്ട് കവർ ചെയ്ത് പോകുന്ന അക്കൗണ്ടിങ്, സ്റ്റെനോഗ്രഫി, ടൈപ്പ് റൈറ്റിംഗ്, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് മാനേജ്മെൻറ്റ്. അതിൽ തന്നെ നമുക്ക് മെയിനായിട്ട് ഈ ഒരു കമ്പ്യൂട്ടർ സ്കില്ലുകൾ കാര്യങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലൊക്കെ നമ്മൾ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് എന്താണ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് പറയുന്ന 3 വർഷത്തെ നമ്മുടെ ഡിപ്ലോമ പ്രോഗ്രാമിൽ പോകുന്നത്. പിന്നെ സിവിൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ്, അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗിലായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെയൊക്കെ വൈഡ് വെറൈറ്റി ഓഫ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന കുറച്ച് വ്യത്യാസങ്ങളിലൂടെ പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഒരുപാട് സ്കോപ്പുള്ള നമുക്ക് ബിടെക്കിനൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ പോലും നമുക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ്. കാരണം അത്രയും സ്കോപ്പാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. നമുക്ക് IT ഫീൽഡ് ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും അടിപൊളിയായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളാണെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ്. പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, എന്താണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പറയുന്ന ഒരു മച്ചാൻ എപ്പോഴും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതെന്താ ജസ്റ്റ് നോക്കിപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത്. അപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പറഞ്ഞെങ്കിൽ നമ്മുടെ ഈ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഒരു മിക്സറായിട്ടുള്ള ഒരു കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് പറയാം. അതിൽ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ ആർക്കിടെക്ചറും ഡിജിറ്റൽ സിസ്റ്റംസും കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ നന്നായിട്ട് പഠിക്കും. അതേപോലെ തന്നെ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ചും, അതായത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ നോക്കുന്നത് വെച്ചാൽ നമ്മൾ ഡിസൈനിങ്ങിനെ കുറിച്ച് പഠിക്കും, ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കും, അതുപോലെ തന്നെ ഇൻറ്റഗ്രേറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആൻഡ് ഹാർഡ്വെയർ കോമ്പണൻസ്, അതിൽ കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കോമ്പണൻസും ഹാർഡ്വെയർസിനെ കുറിച്ച് പഠിക്കും. നല്ലോണം മിക്സറായിട്ട് നമ്മൾ അതിനെ ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച്, കമ്പ്യൂട്ടറിനെ എന്താ ചെയ്യാൻ പറ്റുക, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയുണ്ട്, അങ്ങനെ ആ രീതിയിലൊക്കെ നമ്മൾ നന്നായിട്ട് കമ്പ്യൂട്ടറിനെ മൊത്തത്തിലൊന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. പിന്നെ സിവിൽ ആൻഡ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ രീതിയിൽ തന്നെയാണ് ആ ഒരു നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു വന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ECE, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമ്മൾ അതിൽ ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ വരുന്ന സർക്യൂട്ടുകൾ, അതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളെല്ലാ സംഭവങ്ങളെക്കുറിച്ച് പഠിച്ചു പോകുന്ന ആ ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറയുന്നത് അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഡിസൈനും ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ഫീൽഡിലുള്ള ഈ ഒരു ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിങ്, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനെ കുറിച്ചുള്ള പഠനങ്ങൾ, അതുപോലെ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഡിസൈനിങ്ങുകളും ഡെവലപ്മെൻറ്റുകളും അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് പഠിച്ചു എന്ന് മനസ്സിലാക്കി ഇതാക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് എന്ത് പറയുന്നത് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പറയുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറയുന്നത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ
നമ്മൾ ഈ ഒരു ഇലക്ട്രിക്കലായിട്ടുള്ള ആ ഒരു ഏരിയയെ കുറിച്ചുള്ള ഒരു ലാർജ് സ്കെയിൽ ഇലക്ട്രിക്കൽ സിസ്റ്റംസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിൽ വരുന്ന പവർ ജനറേഷൻസിന് ട്രാൻസ്മിഷൻസ് അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെ വലിയ ഏരിയയിൽ ഈ ഒരു സർക്യൂട്ടുകൾ കാര്യങ്ങൾ അതിൻ്റെ ഡിവൈസസ് കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു പോകുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇലക്ട്രിക്കൽ ആ ഒരു മേഖലയെക്കുറിച്ച് പഠിച്ചു പോകുന്നൊരു കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി. നമ്മൾ വരുന്ന ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജിനെ കുറിച്ച് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മേഖലയിൽ വരുന്ന ആ ഒരു വെഹിക്കിൾ ടെക്നോളജിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അതിനെ കുറച്ചുകൂടെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ മേഖലയിൽ വരുന്ന വണ്ടികളെയും വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു പോകുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സാണ് പറയുന്നത്. എന്താണ് 22ാമത്തെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി. പിന്നെ ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഫുഡായിട്ട് റിലേറ്റ് ചെയ്തുള്ള അതിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ എന്താ നോക്കാം നമുക്ക്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ വരുന്ന ഫുഡിൻ്റെ പ്രൊഡക്ഷൻ, പ്രിസർവേഷൻ ആൻഡ് ഫുഡിൻ്റെ ഒരു പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് അതിൻ്റെ പിറകിലുള്ള ഒരു സയൻസ് ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. എന്തൊക്കെയാണ് അതിൽ വരുന്നത്, നമ്മൾ എന്തൊക്കെയാണ് അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക എന്നതിലുപരി അത് ഏതൊക്കെ രീതിയിലാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു ഹെൽത്തിന് വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ശാസ്ത്രീയപരമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അതിലുള്ളത് അതിനെക്കുറിച്ചൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് എന്ത് പറയുന്നത് ഈ ഒരു ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ അതിൽ തന്നെ BSc BTechലൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. ഫുഡ് ടെക്നോളജി കോഴ്സുകളൊക്കെ ഗേൾസ് ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഫുഡായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഫുഡ് ഉണ്ടാക്കുക നമ്മൾ മറ്റേ കാറ്ററിംഗ് പരിപാടി വീട്ടിൽ കുക്ക് ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ വരുന്ന മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഫുഡ് നമുക്ക് എന്താ പറയുക അതിലുള്ള സ്കില്ലുകൾ നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യാം. എന്താ പറയുക മെയിനായിട്ട് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ദ നോളജ് ആൻഡ് സ്കിൽസ് നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ സയൻസ് ബിഹൈൻഡ് ഫുഡ് പ്രൊഡക്ഷൻ, പ്രിസർവേഷൻ ആൻഡ് പ്രോസസ്സിംഗ്. ഈ രീതിയിലൊക്കെ അതിൻ്റെ പിറകിലുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് എന്ത് പറയുന്നത് ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജി എന്ന കോഴ്സിൽ പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഡിസൈൻ ആൻഡ് ഫാബ്രിക്കേഷൻ. നമ്മൾ ഈ ചിപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ട്രാൻസിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള പഠനം ഡീപ്പായിട്ടുള്ള അതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളും അതിൽ വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് അതിൽ വരുന്നത്. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് ഓരോ ഇൻഡസ്ട്രിയിലും മെഷർമെൻറ്റിനും കൺട്രോൾ സിസ്റ്റംസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെയാണ് എന്ത് വരുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ വരുന്നത്. അതായത് അവിടെ തന്നെ കുറേ ടൂൾസുകൾ കാര്യങ്ങളുണ്ടായിരിക്കും, കുറേ മിഷൻ പാർട്സുകൾ മിഷൻ്റെ ഓരോ കൺട്രോൾസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും, ഓരോ കൺട്രോൾ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള പഠനം അതിൻ്റെ ഡിസൈനിങ് അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നത് അതൊക്കെയാണ് വരുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വരുന്നത്. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി പറയുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ പറയുന്നത് നമ്മൾ ഈ കമ്പ്യൂട്ടർ സിസ്റ്റംസും സോഫ്റ്റ്വെയറും നെറ്റ്വർക്കും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസസുകളുടെ സ്റ്റോറിങ്ങും റിട്രീവ് ചെയ്യുന്നതും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും മാനിപ്പുലേറ്റർ ഡാറ്റ ഓർ ഇൻഫർമേഷൻ അങ്ങനെ ആ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു ഏരിയയെക്കുറിച്ചുള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന നമ്മൾ കുറച്ചുകൂടെ കമ്പ്യൂട്ടർ സയൻസും അതിൻ്റെ അല്ലെങ്കിൽ ആ ഒരു IT ഫീൽഡ് കാര്യങ്ങളൊക്കെ കുറിച്ച് ബന്ധപ്പെട്ട് പോകുന്നതാണ് എന്ത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി പറയുന്നത്. അതായത് കമ്പ്യൂട്ടറായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരുവിധപ്പെട്ട അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മെയിനായിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റംസ് നെറ്റ്വർക്ക്സ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെയിനായിട്ടുള്ള അതിലുള്ള ഡാറ്റ റിട്രീവ് ചെയ്യുന്നതും റീസ്റ്റോർ ചെയ്യുന്നതും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതും ആ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെയിനായിട്ട് പഠിച്ചു പോകുന്ന ഒരു ശാഖയാണ് എന്ത് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി പറയുന്നത്. പിന്നെ മെക്കട്രോണിക്സ് പറയുന്നത് നമ്മൾ ഈ ഒരു മെക്കാനിക്കൽ പരമായുള്ള ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള അതിൻ്റെ ഒരു മിക്സറായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിച്ചു പോകുന്ന ഒരു ഏരിയയാണ് മെക്കട്രോണിക്സ് പറയുന്നത്. പിന്നെ വരുന്നതാണ് ലെജൻഡറി കോഴ്സ് എന്നൊക്കെ പറയും നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. ഒരുപാട് ബോയ്സും ഗേൾസൊക്കെ എടുക്കുന്നുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വൈഡ് റേഞ്ച് ഓഫ് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ദ കിങ് ഓഫ് ആൾ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എന്ന് പറയാം. എല്ലാത്തിനെയും കുറിച്ചും നമ്മളതിൽ പഠിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈനിങ് ആണെങ്കിലും അനാലിസിസ് ആണെങ്കിലും മാനുഫാക്ചറിങ് ആണെങ്കിലും മെയിൻ്റനൻസ് ആണെങ്കിലും ഈ ഒരു മെക്കാനിക് സിസ്റ്റംസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളതിൽ പഠിച്ചു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കോഴ്സാണ്. എല്ലാവരും പറയും ഇത് എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എല്ലാവരും എടുക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു ഹൈ ലെവലിലേക്ക് നിങ്ങൾ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മൾ ഒരു റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ആ ഒരു റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റും. അപ്പോൾ അങ്ങനെ റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്ന സമയത്ത് അതിൽ വരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെ സിസ്റ്റംസാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള എന്താ പറയുക ഗാഢമായിട്ടുള്ള സ്റ്റഡീസ് പറയും. നമ്മൾ അതിനെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ ഒരു സിമ്പിളായിട്ട് ഒരു ചെറിയ റോ മെറ്റീരിയൽ ഇപ്പോൾ പുട്ടുപൊടിയാണെങ്കിൽ എങ്ങനെ പുട്ടാക്കും എന്ന് പറയുന്ന പോലെ, പക്ഷെ അതിൽ വരുന്ന ഒരുപാട് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ ചുമ്മാ
നമ്മൾ മെക്കാനിക്കൽ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഒരു 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 ഇരുമ്പിൻ്റെ കഷ്ണമാണ്. ഒരു ഇരുമ്പിൻ്റെ കഷ്ണത്തിന് നമ്മൾ മാറ്റിയിട്ട് ഒരു വലിയൊരു എന്തെങ്കിലും ഒരു പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീൻ്റെ പാർട്സോ ആയിട്ട് മാറ്റുന്ന സമയത്ത് അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിന് വരുന്ന ഒരു ടെക്നോളജിപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഡീപ്പായിട്ടുള്ളൊരു പഠനമാണ് അതിൽ പറയുന്നത്. ചിലത് സിമ്പിളായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവാൻ കൂടി വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെയല്ല, അതിൽ വരുന്നൊരു ഏരിയ ഓഫ് നമ്മുടെ സ്റ്റഡീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലും കൂടെ അതിനൊന്ന് മനസ്സിലാക്കുക. പിന്നെ പോളിമർ ടെക്നോളജി പറയുന്നത് ഒരു റയർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഏരിയയാണ് അതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോളിമർ ടെക്നോളജി മെയിനായിട്ട് ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിലും പാക്കേജിങ്ങിലും ഇലക്ട്രോണിക്സിലും ടെക്സ്റ്റൈൽസിലും എയറോസ്പേസിലൊക്കെ ഇതിൻ്റെ ഒരു യൂസേജ് വരുന്നുണ്ട്. അതിൽ വരുന്ന മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ ഒരു യൂസേജ് ആ ഒരു പോളിമർ ആ ഒരു സയൻസിനെ കുറിച്ച് ബന്ധപ്പെട്ട് നമ്മൾ വരുന്നുണ്ട്. അതിൽ തന്നെ ഓരോ കാര്യങ്ങൾ പോളിമറിൻ്റെ ഓരോ സിന്തസിസ്, ക്യാരക്ടറൈസേഷൻ, പ്രോപ്പർട്ടീസ്, പ്രോസസ്സിങ്, അതുപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെ ഓരോ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വൈഡായിട്ടുള്ള എന്താ പറയുക സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓഫ് പോളിമേഴ്സ് ആ ഒരു ഏരിയനെ കുറിച്ചുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഈ ഒരു പോളിമർ ടെക്നോളജിയിൽ വരുന്നത്. പ്രിൻറ്റിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ പ്രിൻറ്റിംഗ് മെഷീൻസ്, പ്രിൻറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ വരുന്നതാണ് ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് പറയുന്നത്. ഈ ഒരു ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് പറയുന്നത് ആ ഒരു ഫീൽഡ് ഫോക്കസ് ചെയ്യുന്ന ഡിസൈനിങ്, ബിൽഡിംഗ് ആൻഡ് അപ്ലൈയിങ് റോബോട്ട്സ് ആൻഡ് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ്, ഇൻറ്റിഗ്രേറ്റിംഗ് കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പിൾസ്, ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഒരു ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ് എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. പിന്നെ റിന്യൂവബിൾ എനർജീനെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സോളാർ, വിൻഡ്, വാട്ടർ, ബയോമാസ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നാച്ചുറലി നമുക്ക് കിട്ടുന്ന എനർജീനെ കുറിച്ചുള്ളൊക്കെ മെയിനായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സിസ്റ്റംസ് ദാറ്റ് ഹാർനസ് എനർജി, നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്തുന്ന മേഖലയിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു റോൾസ് എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭൂമിയിലുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള മെയിനായിട്ടുള്ള ഒരു പഠനമാണ് അതിലായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു റോബോട്ടിക്സ്, പ്രോസസ് ആൻഡ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഓഫീസ് എൻവയോൺമെൻറ്റിലും അതുപോലെ തന്നെ ആ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ഈ മനുഷ്യൻ്റെ ഇടപെടലുകൾ കുറച്ചിട്ട് നമ്മൾ ഈ റോബോട്ട്സിനെയും ബോട്ട്സിനെയൊക്കെ ഓട്ടോമേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള മെയിനായിട്ടുള്ളൊരു പഠനമാണ് വരുന്നത് എന്ന് പറയുന്നത് ഈ ഒരു ഓട്ടോമേഷൻ റോബോട്ടിക് പ്രോസസ് ആൻഡ് ഓട്ടോമേഷൻ എന്നുള്ള രീതിയിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫീൽഡാണ് എന്ന് പറയുന്നത് ഈ ഒരു ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ പറയുന്ന ടൂൾസിൻ്റെയും ഡൈസിൻ്റെയൊക്കെ ഒരു ഡിസൈനിങ്ങും ഡെവലപ്മെൻറ്റും അതിൻ്റെ മാനുഫാക്ചറിങ്ങും അതുപോലെ തന്നെ ടൂൾസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു പോകുന്നൊരു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു ടൂൾ ആൻഡ് ഡൈ എഞ്ചിനീയറിംഗിൽ പറയുന്നത്. പിന്നെ വരുന്നതാണ് ടെക്സ്റ്റൈൽ ടെക്നോളജി എന്താണെന്നുള്ളത്. ടെക്സ്റ്റൈൽ ടെക്നോളജി പറയുന്ന കോഴ്സ് അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈനിങ്ങുകൾ, അതിൻ്റെ പ്രൊഡക്ഷന്, അതുപോലെ തന്നെ അതിൽ വരുന്ന പറയുന്ന ആപ്ലിക്കേഷൻ ബിയോണ്ട് ട്രഡീഷണൽ അപ്പാരൽ ആൻഡ് ഹോം ഫർണിഷിങ്, ആ രീതിയിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന അതിലൊക്കെ വരുന്ന മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് കാര്യങ്ങൾ, അതിൻ്റെ ഇൻഡസ്ട്രിയലായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഓട്ടോമോട്ടീവ് സെക്ഷൻസ് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന മെഷീൻസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് ശാഖയാണ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റൈൽ മെറ്റീരിയൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ടെക്നോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പറയുന്നത് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഈ പേപ്പറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ വുഡ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മേഖലയിലുള്ള അതിൻ്റെ പിറകിലുള്ള ഒരു സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എന്ത് പറയുന്നത് ഈ ഒരു ഫുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി പറയുന്നത്. അതായത് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് എന്ത് പറയുന്നത് വുഡ് ആൻഡ് പേപ്പർ ടെക്നോളജി പറയുന്നത്. പിന്നെ ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി, നമ്മുടെ ഈ ഒരു തീയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള സേഫ്റ്റി റിലേറ്റഡ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ടെക്നിക്സ് കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ മെയിനായിട്ട് പഠിച്ചു പോകുന്ന ഒരു ഏരിയയാണ് ഫയർ ആൻഡ് ടെക്നോളജി ആൻഡ് സേഫ്റ്റി എന്ന് പറയുന്നത്. നമ്മൾ ഫയർ ഫോഴ്സൊക്കെ ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാനും ആ രീതിയിലുള്ള സേഫ്റ്റി കാര്യങ്ങൾ അതിൻ്റെ റൂൾസ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് എന്ന് പറയുന്നത് ഫയർ ടെക്നോളജി ആൻഡ് സേഫ്റ്റി പറയുന്നത്. പിന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി പറയുന്നത് നമുക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഹോട്ടൽ മാനേജ്മെൻറ്റ് കാറ്ററിംഗ് ടെക്നോളജി ആ രീതിയിലുള്ള ഫുഡ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നമ്മൾ ഹോട്ടൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്ന നമ്മുടെ ഒരു എന്താ പറയുക മാനേജ്മെൻറ്റ് സ്കില്ലുകളും അല്ലെങ്കിൽ നമ്മളത് ബിഹേവിയറിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഫുഡ് റിലേറ്റഡ് വർക്കുകളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന
ഒരു ഏരിയയാണ് എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി പറയുന്നത്. പിന്നെ പറയുന്നതാണ് സിവിൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് പറയുന്നത്. അതിൽ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഡിസിപ്ലിൻസ്, അതുപോലെ തന്നെ എന്താ പറയുക മെയിൻറ്റെയിനിങ് എ സസ്റ്റൈനബിൾ ഹെൽത്തി ആൻഡ് സേഫ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആ രീതിയിലുള്ള പബ്ലിക് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ഡീപ്പായിട്ട് പോകുന്ന ഒരു ഏരിയയാണ് എന്ന് പറയുന്ന ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൽ തന്നെ വരുന്ന പബ്ലിക് ഹെൽത്ത് ആൻഡ് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് പറയുന്ന ഒരു ഏരിയ. പിന്നെ വരുന്നതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. അതുപോലെ ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ വരുന്ന കമ്പ്യൂട്ടറിൻ്റെ ശാഖകളിൽ വരുന്ന ഈ ഒരു ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡിയാണ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇത് രണ്ടും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ മുകളിൽ ഇലക്ട്രോണിക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള അതിൽ വരുന്ന ഒരു മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു പോകുന്ന ഒരു ഏരിയയാണ് അതെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നതാണ് മൈക്രോ ഇലക്ട്രോണിക്സ് പറയുന്നത്. മൈക്രോ ഇലക്ട്രോണിക്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മോഡേൺ ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോമ്പണൻസിൻ്റെയൊക്കെ എന്താ പറയുക മാനുഫാക്ചറിങ് വേണ്ടി, ഡിസൈനിങ് വേണ്ടി, അപ്ലിക്കേഷൻസും കാര്യങ്ങളെക്കുറിച്ചൊക്കെ മെയിനായിട്ട് പഠിച്ചു പോകുന്നതാണ് എന്ത് പറയുന്നത് ഈ ഒരു മൈക്രോ ഇലക്ട്രോണിക്സ് കോഴ്സ് അല്ലെങ്കിൽ മൈക്രോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഡീപ്പായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു ശാഖ എന്ന് വേണമെങ്കിൽ പറയാം. പഠിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ മീൻസ് ഈ ഒരു മോഡേൺ ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന സ്മാൾ ഇലക്ട്രോണിക് കോമ്പണൻസ്, അതിൻ്റെ ഡിസൈനിങ്, മാനുഫാക്ചറിങ്, അതിൻ്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിച്ചു പോകുന്ന. മൈക്രോ എന്ന് പറയുമ്പോൾ തന്നെ അതാണല്ലോ ചെറുതായിട്ട് അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ചെറിയ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിച്ചു പോകുന്ന ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രത്തോളം കോഴ്സുകളാണ്, നമ്മളിതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അറിയില്ല, ഇത്രത്തോളം കോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോളിടെക്നിക് കോഴ്സുകൾ, നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള കേരളത്തിലെ പോളിടെക്നിക് കോളേജുകളിൽ കോഴ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ കോഴ്സുകളും എല്ലാ പോളിടെക്നിക് കോളേജുകളിലും അവൈലബിൾ അല്ല. ചില പോളിടെക്നിക് കോളേജുകളിൽ മാത്രമാണ് ഈ കോഴ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. വരും കാലങ്ങളിൽ അത് എല്ലാ പോളിടെക്നിക് കോളേജുകളിലേക്കും വ്യാപിപ്പിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് സംശയങ്ങളൊക്കെ മാറി, മുഴുവനായിട്ട് സംശയങ്ങൾ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നില്ല, പക്ഷേ കുറച്ചൊക്കെ സംശയങ്ങൾ എന്താണ് ഇതിൽ പഠിക്കുന്നത്, എന്താണ് കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഏതാണ് ഫീൽഡ് താല്പര്യം, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ആ രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, കോഴ്സ് ചൂസ് ചെയ്യുക. അപ്പോൾ ബോയ്സിന് വേണ്ടിയുള്ള കോഴ്സുകൾ, ഗേൾസിന് വേണ്ടിയുള്ള കോഴ്സുകളൊന്നുമില്ല. നിങ്ങളുടെ താല്പര്യമാണ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സംശയമായിരിക്കും എന്തെടുക്കണം, ഏതെടുക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം. പറ്റുകയാണെങ്കിൽ അതിൻ്റെ ബിടെക്, നമുക്ക് BA BTech നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അത് പോകാൻ നോക്കുക. അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ആഡ് ഓൺ കോഴ്സുകൾ എടുത്ത് ജോലിക്ക് കയറാൻ നോക്കുക. അല്ലെങ്കിൽ തന്നെ ഈ കോഴ്സുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് ജോലിക്ക് ഡയറക്റ്റ് കയറാൻ പറ്റുമെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമ്മൾ ഇതുപോലുള്ള പോളിടെക്നിക് കോളേജുകളായിട്ട് ബന്ധപ്പെട്ട പോളിടെക്നിക്കിൻ്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ ചാനലാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിസൾട്ട് സംബന്ധമായിട്ടുള്ള, പഠന സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.